ഹറമിൽ 1,00,000-ലേറെ ഇന്ത്യൻ തീർത്ഥാടകർ ഇന്ന് ജുമുഅ നമസ്കാരത്തിൽ പങ്കെടുത്തു. 45 ഡിഗ്രിക്ക് മുകളിലായിരുന്നു മക്കയിലെ ചൂട്. ഹാജിമാർക്ക് സഹായത്തിനായി സന്നദ്ധ പ്രവർത്തകരും രംഗത്തിറങ്ങിയിരുന്നു. ചൂട് കാരണം ഖുതുബയുടെ സമയം കുറച്ചിരുന്നു. ഹജ്ജ് അവസാനിച്ച് 16,448 തീർത്ഥാടകർ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. 13,567 തീർത്ഥാടകർ മദീന സന്ദർശനത്തിലാണ്. ബാക്കിയുള്ള 1,08,632 തീർത്ഥാടകരാണ് ഇപ്പോൾ മക്കയിലുള്ളത്. ഇവരിൽ ഭൂരിഭാഗം ഹാജിമാരും ജുമയിൽ പങ്കെടുക്കാൻ ഹറമിലെത്തി. 45 ഡിഗ്രിക്ക് മുകളിലായിരുന്നു ഇന്ന് മക്കയിലെയും പരിസരത്തെയും അന്തരീക്ഷ താപനില. പുലർച്ചെ മുതൽ തിരക്കൊഴിവാക്കാൻ ഹാജിമാർ ഹറമിലേക്ക് പുറപ്പെട്ടു. ഇതിനായി ഇന്ത്യൻ ഹാജിമാർക്ക് താമസ കേന്ദ്രങ്ങളിൽ നിന്നും പ്രത്യേക ബസ് സർവീസ് ഒരുക്കിയിരുന്നു. രാവിലെ 6 മണിക്ക് പുറപ്പെട്ടു. 6 മണിയാകുമ്പോൾ ബസ്സൊക്കെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ മത്താഫിനെ ഇരുന്ന് സമയം കഴിച്ചു. തിരക്ക് പരിഗണിച്ച് രാവിലെ നേരത്തെ ബസ് സർവീസ് നിർത്തിയിരുന്നു. ശക്തമായ ചൂടായതിനാൽ ജുമാ പ്രഭാഷണം 15 മിനിറ്റാക്കി ചുരുക്കിയത് ആരംഭിച്ച ദിനം കൂടിയാണിത്. ചൂട് അവസാനിക്കും വരെ ഈ രീതി തുടരും. വേഗത്തിൽ ജുമാ പ്രാർത്ഥനയും പൂർത്തീകരിച്ച് ഹാജിമാർ പുറത്തിറങ്ങി. ശക്തമായ ചൂടിൽ ഹാജിമാരുടെ തണലിനായി സുരക്ഷാ ഉദ്യോഗസ്ഥരും സന്നദ്ധ വളണ്ടിയർമാരും വഴിനീളെ സേവനത്തിനിറങ്ങി. 10,000-ലേറെ മലയാളി ഹാജിമാരും ഇന്ന് ഹറമിലെത്തി പ്രാർത്ഥനയിൽ പങ്കെടുത്തു. മലയാളി ഹാജിമാരുടെ മദീന സന്ദർശനം തുടരുകയാണ്. ജൂലൈ 1 പുലർച്ചെയാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെത്തിയ ഹാജിമാരുടെ നാട്ടിലേക്കുള്ള മടക്കം ആരംഭിക്കുന്നത്. ആദ്യ ദിനം മദീനയിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് മടക്കയാത്ര. കനത്ത ചൂടിലും ജുമയിൽ പങ്കെടുത്ത ആത്മസംതൃപ്തിയോടെയാണ് ഹാജിമാർ മടങ്ങുന്നത്. മക്കയിൽ നിന്നും സാദ് സലീം, മീഡിയ 1.